പാർട്ട് 1 സ്കിൻ കെയർ ആയിരുന്നു. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ കണ്ണിൻ്റെ മേൽഭാഗത്ത് കൺസീലറാണ് കേട്ടോ ഇടുന്നത്. ഞാനിപ്പോൾ ത്രെഡ് ചെയ്തിട്ടും കുറച്ചായി. അപ്പോൾ നമുക്ക് പിരിയനും ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൺസീലർ വെച്ചിട്ട് അങ്ങനെ പിരിയൻ്റെ മേൽഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ ഷാഡോ ഇട്ടു. ഐ ഷാഡോ താഴ്ഭാഗത്ത് ഞാൻ എന്തായി ചെയ്യുന്നത്, കുറച്ച് ഡാർക്ക് ഷെയ്ഡ്, അതുപോലെ തന്നെ വാലിൻ്റെ ആ ഭാഗത്തുമാണ് ഡാർക്ക് ഷെയ്ഡ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് മേൽഭാഗത്ത് എന്ത് ചെയ്തു, ലൈറ്റ് ഷെയ്ഡ് ഇട്ടു. എന്നിട്ട് ലൈറ്റ് ഷെയ്ഡും കൂടി ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, രണ്ടിനും കൂടെ മൊത്തത്തിലൊന്ന് എന്ത് ചെയ്തു, ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ എൻ്റെ മുഖത്ത് കുറച്ച് എന്തുണ്ട്, സ്കാർസ് ഉണ്ട്, പിമ്പിൾസിൻ്റെ, അതിനെയൊക്കെ എന്ത് ചെയ്തു, ആദ്യം ഒന്ന് ഹൈഡ് ചെയ്തു. പിന്നെ ഉണ്ടല്ലോ എൻ്റെ ചുണ്ടിൻ്റെ ചുറ്റും കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് എൻ്റെ മുഖത്തിന് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അവിടെ ഇടുന്ന ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്തെ ബാക്കി ഭാഗത്തിനെക്കാട്ടും കുറച്ച് എന്താണ്, കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ അവിടെ ഇടുന്നത്. മീൻസ് അവിടെ മാച്ചായിട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മേൽഭാഗത്തൊക്കെ ഇടുന്ന ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. വളരെ കുറച്ചേ ഞാൻ ഇടണുള്ളൂ. അതൊരു ഇത്തിരി ഇട്ടിട്ട് പിന്നെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, മൊത്തത്തിൽ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഞാൻ മൊത്തം കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണം. കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് വേണ്ട ഇങ്ങനെയൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 4 ഹവറിൻ്റെ ഈ ഒരു പാലറ്റിലാണ് എൻ്റെ ഫൗണ്ടേഷനും കൺസീലറും കോണ്ടോറും കളർ കറക്റ്ററും എല്ലാം ഉള്ളത് കേട്ടോ, ബ്ലഷൊക്കെ ഉള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മൂക്കിന് എന്ത് ചെയ്യണം, മൂക്ക് നമ്മൾ ചിലരുടെ വലിയ മൂക്കായിരിക്കും, മീൻസ് മൂക്കിനൊരു ഷേപ്പ് കൊടുക്കുമ്പോൾ തന്നെ മൂക്കിനൊരു പ്രത്യേക ഭംഗി വരും, മൂക്കൊന്ന് ചെറുതായ പോലെയും ഫീൽ ചെയ്യും. അപ്പോൾ മൂക്കിനൊന്ന് ഷേപ്പ് ചെയ്യാണ്. നടുവിലൂടെ ഞാൻ എന്ത് ചെയ്തു, കൺസീലർ വരച്ചു. ആദ്യം നമ്മൾ കോണ്ടോർ ചെയ്യാണ് കേട്ടോ ചെയ്യുക, എന്നിട്ട് കൺസീലർ ഇടുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷെ ഞാനത് തിരിച്ചിട്ടാണ് ചെയ്തത്. ഇനി 2 സൈഡുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കോണ്ടോർ ഇടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, മൂക്ക് കുറച്ച് ഒരു ഷേപ്പ് വന്ന പോലെ തോന്നും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു ചെറിയൊരു രസം തോന്നും നേരത്തേനേക്കാളും. പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ മെയിൻ സാധനം ബ്ലഷ് നമ്മൾ ഒന്ന് ചിരിച്ചിട്ട് ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ആ ചീക്കിൻ്റെ ആ സംഭവം കിട്ടും. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഐലൈനർ വരയ്ക്കുകയാണ്. ഞാൻ കുറച്ച് വാലിട്ടിട്ട് വരയ്ക്കാറാണ്. പിന്നെ ഇപ്പം എനിക്ക് കണ്ണിൻ്റെ അടിയിൽ എഴുതാൻ വലിയ താല്പര്യമില്ല. കാരണം കണ്ണിൻ്റെ അടിയിൽ പിന്നെ ഡാർക്ക് കളർ ആവുമെന്നൊരു തോന്നൽ കാരണം ഞാൻ കണ്ണിൻ്റെ അടിയിൽ അങ്ങനെ എഴുതാത്തത്. പക്ഷെ ഞാൻ ഇപ്പോൾ എഴുതുന്നത് ബ്രൗൺ ആണ് കേട്ടോ. അപ്പോൾ ബ്രൗൺ ആകുമ്പോൾ നമ്മൾ കണ്ണ് എഴുതിയ ഒരു ഫീലും ഇല്ല. ഇപ്പം എനിക്കങ്ങനെ എഴുതാണ്ട് കണ്ണ് അടിയിൽ എഴുതുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല. അപ്പോൾ ബ്രൗൺ വെച്ച് എഴുതുമ്പോൾ എനിക്ക് കണ്ണ് കുറച്ച് വലുതായ പോലെയും തോന്നും. അപ്പോൾ എനിക്ക് ബ്രൗൺ വെച്ച് കണ്ണിൻ്റെ അടിയിൽ എഴുതാൻ ഇപ്പോൾ ഇഷ്ടമാണ്. പിന്നെ ഞാൻ മസ്കാര വെച്ചിട്ട് തന്നെയാണ് പെരിയനും ഒന്ന് സെറ്റ് ചെയ്തത്. പിന്നെ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടു. ഇനി ആ കാർക്കൂന്തളും കൂടെ ഒന്ന് അഴിച്ചിട്ടാൽ ഞാൻ റെഡിയായി കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടായിരിക്കും, നേരത്തേനേക്കാളും ഒരുപാട് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലേനും വാരി പൊത്തിയിട്ടില്ല, ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക നേരത്തേനേക്കാട്ടും കുറച്ച് നല്ലതല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.